സ്നേഹാലയ, സ്നേഹത്താൽ തീർത്ത ആലയം. വാക്കുകൾക്കപ്പുറം സ്നേഹം കൊണ്ട് പണിതുയർത്തപ്പെട്ട ഈ ആലയം മനോഹരമായ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, നാം സംസാരിക്കുന്നത് സ്നേഹാലയത്തെപ്പറ്റിയാണ്. ഇന്ത്യയിൽ കേരള കർണാടക അതിർത്തിയിലുള്ള കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തിനടുത്ത് പാവൂർ എന്ന ഗ്രാമത്തിൽ ശാന്തമായ വശ്യമനോഹരമായ പ്രകൃതിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന സ്നേഹത്തിന്റെ ആരാമത്തെക്കുറിച്ച്. തങ്ങളുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് വലിയ നേട്ടങ്ങൾ കൊയ്ത ഒരുപാട് ആളുകളെ നാം നമ്മുടെ ജീവിതയാത്രയിൽ കണ്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ അവർ സ്വന്തം പരിശ്രമം കൊണ്ട് വിജയത്തിലെത്തിയവരാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിന്തുണ കൊണ്ട് വിജയം കൈവരിച്ചവരാകാം. എന്നാൽ ഇതാ ഇവിടെ ഒരാൾ സ്വന്തമായ സ്വപ്നങ്ങളോ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളോ പിന്തുണയ്ക്കാൻ ആളുകളോ ഇല്ലാതിരുന്ന ഒരാൾ. എന്നാൽ അദ്ദേഹം ദൈവം തന്ന ശക്തമായ ഒരു സന്ദേശം ഏറ്റെടുത്തു. നോക്കാൻ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ രൂപത്തിൽ ദൈവം അദ്ദേഹത്തെ ഒരു വലിയ ദൗത്യത്തിന് ക്ഷണിച്ചു. അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകി പരിചരിക്കുന്നതിൽ അദ്ദേഹം അതിയായ സന്തോഷം കണ്ടെത്തി. അവളുടെ നന്ദിയുള്ള പുഞ്ചിരി ബ്രദർ ജോസഫ് ക്രാസ്റ്റയുടെ മനസ്സിൽ മായാത്ത ഓർമ്മയായി നിന്നു. ഈ എളിയ പ്രവർത്തനത്തിൽ നിന്നുണ്ടായ ആനന്ദവും പ്രചോദനവും ഇത്തരം കരുണയുടെ പ്രവൃത്തികൾ കൂടുതലായി ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അങ്ങനെ സ്നേഹാലയ എന്ന സ്നേഹത്തിന്റെ കൂടാരം പിറവിയെടുത്തു. ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി, ഒന്നുമല്ലാത്തവർക്ക് വേണ്ടി, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഭവനം. 2009 സ്നേഹാലയ രൂപം കൊണ്ടതു മുതൽ ഒരു ചുവട് പോലും പിന്നോട്ടു പോകാതെ അദ്ദേഹം ആയിരക്കണക്കിന് ഉപേക്ഷിക്കപ്പെട്ടവരെയും രോഗികളെയും മാനസിക രോഗം മൂലം ബുദ്ധിമുട്ടുന്നവരെയും തെരുവിൽ അലയുന്നവരെയും അനാഥരെയും ഈ ആലയത്തിൽ സംരക്ഷിച്ച് പരിപാലിക്കുന്നു. ദൈവം ഏൽപ്പിച്ച ഈ ദൗത്യത്തിൽ അവരെ ശ്രദ്ധയോടെ പരിചരിച്ചുകൊണ്ട് അദ്ദേഹം സമാധാനവും സംതൃപ്തിയും ആനന്ദവും കണ്ടെത്തുന്നു. നീ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഒരുപാട് ദൗത്യങ്ങൾ നിറവേറ്റാൻ നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഡ്രൈവർ ജോലി ഉപേക്ഷിച്ച് നീ ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. ഒരു ധ്യാന സെന്ററിൽ വെച്ച് പ്രവാചകനെപ്പോലെ ഒരു വൈദികൻ ബ്രദർ ജോസഫ് ക്രാസ്റ്റയോട് പറഞ്ഞു. അദ്ദേഹം ദൈവിക സ്വരത്തിന് ചെവി കൊടുത്തു. ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. സ്വയം വിട്ടുകൊടുത്തു. ഉപജീവനത്തിനായി ഒരു ഓട്ടോ ഓടിച്ചിരുന്ന അദ്ദേഹം ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് മംഗളൂരിലെ സ്റ്റേറ്റ് ബാങ്ക് സർക്കിൾ കടന്നുപോകുമ്പോൾ മനോരോഗബാധിതയായ ഒരു സ്ത്രീയെ കണ്ടു. അവൾ ദാഹം അകറ്റുന്നതിന് മത്സ്യ മാർക്കറ്റിൽ നിന്നും ഒഴുകിവരുന്ന മലിനജലം കുടിക്കുകയായിരുന്നു. ഇത് കണ്ട ബ്രദർ ജോസഫ് അപ്പോൾ തന്നെ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഒരു പൊതി ഭക്ഷണവും വെള്ളം നിറച്ച കുപ്പിയും വാങ്ങി ആ സ്ത്രീക്ക് നൽകി. ഒരു നിമിഷം അവളുടെ സന്തോഷഭരിതമായ മുഖം, മാലാഖയുടേതുപോലുള്ള പുഞ്ചിരി ബ്രദർ ജോസഫിന്റെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റി. തെരുവിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരുടെ മുഖത്ത് പോലും ഒരു ചെറിയ ഭക്ഷണം ഇങ്ങനെ മനോഹരമായ പുഞ്ചിരി കൊണ്ടുവരുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി തന്റെ ചുറ്റുപാടുകളിൽ കൂടുതൽ ചിരികൾ കാണണമെന്ന്. അങ്ങനെ അദ്ദേഹം എല്ലാ ദിവസവും ഉച്ചഭക്ഷണം ത്യജിച്ച് ആ തുക കൊണ്ട് ദിവസവും 5 ഭക്ഷണപ്പൊതികൾ വാങ്ങി തെരുവിൽ വിശന്നു കിടക്കുന്നവർക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഓട്ടോ സുഹൃത്തുക്കളും മറ്റ് അടുത്ത സുഹൃത്തുക്കളും ഒപ്പം ചേർന്നു. പതുക്കെ ഭക്ഷണപ്പൊതികളുടെ എണ്ണം ഉയരാൻ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 5, 10 10, 100 ഉയർന്നു. കുറച്ചു വർഷങ്ങൾ ഇതുപോലെ തുടർന്നു. ബ്രദർ ജോസഫ് ഒരിക്കലും ഈ ഭക്ഷണ വിതരണം നിർത്തിയില്ല. തെരുവിൽ കിടക്കുന്ന ആ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പണം വേണം. ആരോരുമില്ലാത്ത ഈ ആളുകളെ പാർപ്പിക്കാൻ ഒരു സ്ഥലമുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യങ്ങൾ നന്മ നിറഞ്ഞതും ദൈവികവുമാകുമ്പോൾ ദൈവം ഇടപെടും എന്ന് പറയുന്നത് പോലെ ആ സമയത്ത് അദ്ദേഹത്തിന് തന്റെ പാരമ്പര്യ സ്വത്തിന്റെ ഒരു ഓഹരി പണമായി ലഭിച്ചു. അതുകൊണ്ട് മഞ്ചേശ്വരത്തിനടുത്ത് 3 മുറികളുള്ള ഒരു വീട് അദ്ദേഹം വാങ്ങി. ഇതായിരുന്നു സ്നേഹാലയത്തിന്റെ ആദ്യ ഭവനം. 2009 ആഗസ്റ്റ് 26 അത്. അതേ ദിവസം പാവങ്ങളുടെ അമ്മ
കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയുടെ ജന്മദിവസമായിരുന്നു എന്നത് തികച്ചും യാദൃശ്ചികം. അദ്ദേഹം തന്റെ ദൗത്യവുമായി മുന്നോട്ടു നീങ്ങി. രോഗികളും മുറിവേറ്റവരും മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് മാംഗ്ലൂരിന്റെ വിവിധ കോണുകളിൽ അലഞ്ഞു തിരിഞ്ഞിരുന്നവരുമായ ഒരുപാട് പേരെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ താടിയും മുടിയും വടിച്ചു, വൃത്തിയാക്കി, കുളിപ്പിച്ചു, ആഹാരം കൊടുത്തു, കിടക്കാൻ ഇടം കൊടുത്തു, നല്ല വസ്ത്രവും മരുന്നും കൊടുത്തു, കുട്ടികളെപ്പോലെ പരിചരിച്ചു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അമ്മയുടെ സ്നേഹവും അച്ഛന്റെ സംരക്ഷണവും കൊടുത്തു. ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഈ ചെറിയ സ്ഥലം പോരാതായി. അങ്ങനെ മഞ്ചേശ്വരത്തു തന്നെ പാവൂരിനടുത്ത് ഇപ്പോൾ സ്നേഹാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ടെത്തി. ഉദാരമനസ്കരായ ആളുകളുടെ സഹായത്തോടെ അദ്ദേഹം ആ സ്ഥലം സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ വാങ്ങി. പടിപടിയായി കെട്ടിടങ്ങളും സൗകര്യങ്ങളും അവിടെ പണിതുയർത്തി. മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് എല്ലാവരും ഉപേക്ഷിച്ച നൂറുകണക്കിന് ആളുകൾ ഇന്ന് സ്നേഹാലയത്തിൽ പരിചരിക്കപ്പെടുകയും ശാസ്ത്രീയമായ മെഡിക്കൽ തെറാപ്പിയും കൗൺസിലിംഗും ഭക്ഷണവും വഴി കൃത്യമായ ജീവിതചര്യയും വ്യായാമവും പരിശീലിച്ച് രോഗവിമുക്തരായി സ്വതന്ത്രമായ ജീവിതം നയിക്കാൻ പ്രാപ്തരായി തീരുകയും ചെയ്യുന്നു. രേഖകളനുസരിച്ച് 2025 വരെ 1260 ആളുകളാണ് ഇത്തരത്തിൽ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ആരോഗ്യവാന്മാരായി തിരികെ പോയത്. ഇത് മികച്ച ഒരു നേട്ടമാണ്. ഈ വ്യക്തികളിൽ 60% ആളുകളുടെയും കുടുംബാംഗങ്ങൾ അവർ മരിച്ചുവെന്നോ ഇനിയൊരിക്കലും കാണാൻ കഴിയാത്തവണ്ണം നഷ്ടപ്പെട്ടുവെന്നോ കരുതിയിരിക്കുകയായിരുന്നു. സ്നേഹാലയത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക ഭവനങ്ങളും സൗകര്യങ്ങളുമുണ്ട്. നിലവിൽ 267 പുരുഷന്മാരും 87 സ്ത്രീകളും ഇവിടെ സംരക്ഷിച്ച് പരിപാലിക്കപ്പെടുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാനും പേരും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. എല്ലാവരും സാഹോദര്യത്തിന്റെ ഒരു കുടക്കീഴിൽ പാർക്കുന്നു. 70-ലധികം സേവന സന്നദ്ധരായ ജോലിക്കാരും വോളണ്ടിയർമാരും ഇവിടെ സേവനം ചെയ്യുന്നു. ബ്രദർ ജോസഫ് ക്രാസ്റ്റയുടെ അധ്യാപികയായ ഭാര്യ ഒലീവിയ ക്രാസ്റ്റ സ്നേഹാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നട്ടെല്ലായി അദ്ദേഹത്തോടൊപ്പമുണ്ട്. അവരുടെ മക്കൾ ജോസ്ലിയെയും സാൻജോവിയെയും ബ്രദർ ജോസഫിന്റെ മനോഹരമായ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരുന്നു. ഇന്ന് സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ അനേകം സാമൂഹിക സേവന പദ്ധതികൾ കൂടി നടപ്പിലാക്കി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ ദിവസവും മാംഗ്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തുന്ന സൗജന്യ ഉച്ചഭക്ഷണ വിതരണം മന്ന. ഈ സൗജന്യ ഭക്ഷ്യവിതരണ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 9 വർഷവും ഒരു ദിവസം പോലും മുടങ്ങാതെ 700-ലധികം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം വിളമ്പുന്നു. കൂടാതെ കൊറോണ കാലഘട്ടത്തിൽ സഹായമനസ്കരായ ആളുകളുടെ സഹായത്തോടെ സ്നേഹാലയ കൂട്ടായ്മ ഏറ്റവും അർഹതയുള്ള 16 കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ചു നൽകി. ആരോഗ്യ പരിചരണത്തിനുള്ള പിന്തുണ, ആംബുലൻസ് സർവീസ്, അർഹതയുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം, അങ്ങനെ 100 കണക്കിന് കുടുംബങ്ങളിലേക്ക് ബ്രദർ ജോസഫ് ക്രാസ്റ്റയുടെ സഹായം എത്തിക്കുന്നു. അവിടെയും അദ്ദേഹം ഉദാരമനസ്കരായ സ്നേഹാലയയുടെ അഭ്യുദയകാംക്ഷികളെ പ്രത്യേകം സ്മരിക്കുന്നു. അതെ, പ്രിയമുള്ളവരെ, താൻ ദൈവത്തിന്റെ ഒരു ഉപകരണം മാത്രമാണെന്ന് ബ്രദർ ജോസഫ് ക്രാസ്റ്റ പറയുന്നു. നമുക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ഈ ദൗത്യത്തിൽ പങ്കുചേരാം. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന അവസരമാണിത്. നിങ്ങളുടെ സഹായം അത് എത്ര ചെറുതോ വലുതോ ആയാലും ദാഹിക്കുന്നവരുടെ ദാഹം അകറ്റാൻ, വിശക്കുന്നവരുടെ വിശപ്പ് അകറ്റാൻ, രോഗികളും പാവപ്പെട്ടവരുമായവർക്ക് മരുന്നും വസ്ത്രവും പാർപ്പിടവും ഒരുക്കാൻ വലിയ പിന്തുണയേകും. ദാനം ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും. സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഉറവ പറ്റാത്ത ഒരു നല്ല സമൂഹത്തെ പടുത്തുയർത്താൻ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം.